തിരുവനന്തപുരം മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി ഇന്നുള്ളത് ചെങ്കൽച്ചൂളയിലാണ്. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമുക്ക് രാജീവ് ചന്ദ്രശേഖരോട് തന്നെ ചോദിച്ചറിയാം. ഇത് വിജയിച്ചു 15 കൊല്ലം ജയിച്ചത് അതല്ല ഇഷ്യൂ. 15 കൊല്ലം ജയിച്ചിട്ട് ജനങ്ങളുടെ ആ മാൻഡേറ്റ് കിട്ടിയിട്ട് എന്തു ചെയ്തില്ല. കോൺഗ്രസ് പാർട്ടിക്ക് ജനങ്ങൾ 10 കൊല്ലം ഇന്ത്യ ഭരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു. 2004 2014 അവരെന്ത് ചെയ്തു? നരേന്ദ്രമോദിജിക്ക് ആ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം 2014 2024 എന്ത് ചെയ്തു? ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് 7-8 കൊല്ലമായിട്ട് കേരള ജനങ്ങൾ കൊടുത്ത ആ അവസരം അവരെന്ത് ചെയ്തു? ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്കറിയാം. ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുപോകാനാണോ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ ഏറ്റവും വലിയ കഴിവും ഏറ്റവും വലിയ ഒരു തരം ഒരു ആത്മവിശ്വാസവും താല്പര്യവും ഉള്ളത് നരേന്ദ്രമോദിജീൻ്റെ ബി.ജെ.പി. ഗവൺമെൻറ്റാണ്, ബി.ജെ.പി. പാർട്ടിയാണ്. ആ പാർട്ടീൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഞാൻ ക്യാമ്പയിൻ ചെയ്യുന്നത്. ആ ഒരു മുമ്പോട്ട് പോകാൻ ഉള്ള ഒരു രാഷ്ട്രീയം റെപ്രസെൻറ്റേറ്റീവാണ് ഞാൻ ക്യാമ്പയിൻ ചെയ്യുന്നത്. സർ, ഒരു CAA നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. CAA നടപ്പിലാക്കുന്നതിനോടനുബന്ധിച്ച് ഇപ്പോൾ രാജ്യവ്യാപകമായ ഒരു പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതുപോലെ മതന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് സാറിന് അതിനെക്കുറിച്ച്? അല്ല, ഇതും ഒരു പച്ചക്കള്ളമാണ്, നോണയാണ്. CAA ഒരു ആർക്കെങ്കിലും വായിക്കാനൊരു കഴിവുള്ള ആൾ വായിച്ചാൽ അതിൽ ഭയങ്കര ക്ലിയറാണ് എന്താണ് CAA-ൻ്റെ ഒബ്ജക്റ്റീവ്. ഈ 3 രാഷ്ട്രത്തിൽ നമ്മുടെ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അവിടെയുള്ള മൈനോറിറ്റി ഹിന്ദുസും സിഖ്സും ക്രിസ്ത്യൻസും അവർക്ക് വേണ്ടി ഇന്ത്യയിൽ വന്നാൽ അവർക്ക് ഒരു ഫാസ്റ്റ് ട്രാക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും, ഒരു ഹ്യൂമാനിറ്റേറിയൻ ബേസിസ് അവർക്ക് കിട്ടും. അത് മാത്രമേ പറയുന്നുള്ളൂ. അതിന് പഠിച്ച് വലിയ പുസ്തകം എഴുതുന്ന ആൾക്കാർ ശശി തരൂർ മാതിരി പറയുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അസൈലം കൊടുക്കാൻ അതിൻ്റെ ബാനാണെന്ന്. അത് നുണയാണ്, പച്ചക്കള്ളമാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ഡെസ്പറേഷനിൻ്റെ സൈനാണ്. വേറെ ഒരു ഇഷ്യൂ ഇല്ലാത്ത സമയത്ത് ഇങ്ങനത്തെ ഓരോരോ ഇഷ്യൂ എടുത്തിട്ട് ആൾക്കാരെ ഡിസ്ട്രാക്ട് ചെയ്യുക, അതാണ് അവരുടെ രാഷ്ട്രീയം. അത് ഇപ്രാവശ്യം അവർ തോൽക്കും.